തൃശൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിൽ ആവേശമായി വി.എസ്. എത്തി. നീട്ടിയും കുറുക്കിയുമുള്ള വി.എസിന്റെ പ്രസംഗം കേൾക്കാൻ നൂറുകണക്കിന് ആളുകളാണ് പൊതുയോഗങ്ങളിലെത്തിയത്. പ്രധാനമന്ത്രി മുതൽ മുഖ്യമന്ത്രി വരെയുള്ളവരെ കടന്നാക്രമിച്ചും ഇടതുമുന്നണി അധികാരത്തിലെത്തേണ്ടതിന്റെ ആവശ്യകതയിൽ ഊന്നിയുമായിരുന്നു വി.എസിന്റെ പ്രസംഗം. കാഞ്ഞാണിയിലായിരുന്നു വി.എസിന്റെ തൃശൂരിലെ ആദ്യ തിരഞ്ഞെടുപ്പ് പ്രചരണ വേദി. മണലൂരിലെ LDF സ്ഥാനാർത്ഥി മുരളി പെരുന്നെല്ലിക്ക് വേണ്ടി വോട്ടഭ്യർത്ഥിച്ച വി.എസ്. തുടങ്ങി. അസംബ്ലിയിലേക്കുള്ള മത്സരത്തിൽ മുരളി പെരുന്നെല്ലിയെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ചിട്ടുള്ളത്. പിന്നെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ശതകോടീശ്വരന്മാരുടെ കള്ളപ്പണ നിക്ഷേപം പാവങ്ങളുടെ അക്കൗണ്ടുകളിൽ എത്തിക്കുമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ജനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനാണ് വിദേശയാത്ര നടത്തുന്നതെന്ന് ആരോപണം. 100 ദിവസത്തിനകം നടപ്പിലാക്കുമെന്ന് പറഞ്ഞ വാഗ്ദാനം 700 ദിവസം പിന്നിട്ടിട്ടും ഇതുവരെ പൂവണിഞ്ഞിട്ടില്ല. ഇപ്പോഴെന്താണ് നരേന്ദ്രമോദിയുടെ ശ്രമം? ലോകപര്യടന. നീട്ടിയും കുറുക്കിയുമുള്ള പ്രസംഗം മുറുകുമ്പോൾ അടുത്ത ആക്രമണത്തിന്റെ കുന്തമുന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയിലേക്ക്. മുഖ്യമന്ത്രിക്കെതിരെ താൻ ഉയർത്തിയ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് വി.എസ്. അദ്ദേഹം പറയുകയാണ്, വി.എസ്. അച്യുതാനന്ദൻ ഞാന് അഴിമതി കാട്ടി എന്ന് പറഞ്ഞുകൊണ്ട് 136 കേസുകൾ പറയുകയാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, ഞാനതിനെതിരായി കേസ് കൊടുക്കാൻ പോവുകയാണ് എന്നാണ് ഉമ്മൻചാണ്ടിയുടെ വാദം. പാമോയിൽ കേസ്, ബാർക്കോഴ കേസ്, അതേപോലെ തന്നെ സോളാർ കേസ്, പാറ്റൂർ കേസ് എന്നിങ്ങനെ നിരവധി അഴിമതികളാണ് ഉമ്മൻചാണ്ടിയെയും സഹമന്ത്രിമാരെ സംബന്ധിച്ചും. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരുടെ നീണ്ട നിര പൊതുയോഗങ്ങളിൽ പ്രകടമായിരുന്നു. തൃശൂർ തെക്കേ ഗോപുരനടയിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളായ വി.എസ്. സുനിൽകുമാർ, കെ. രാജൻ എന്നിവരുടെ പ്രചരണ യോഗത്തിൽ പങ്കെടുത്ത ശേഷമാണ് വി.എസ്. തൃശൂരിൽ നിന്നും മടങ്ങിയത്. സുർജിത് അയ്യപ്പത്ത്, റിപ്പോർട്ടർ, തൃശൂർ.